നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ പാണ്ഡേനെ കണ്ട് പാണ്ഡേൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാ ഇപ്പന്മാർ രണ്ടുപേരും ഫോട്ടോഷൂട്ടിന് റെഡിയായി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. അത് നല്ല ഹെയർ സ്റ്റൈലൊക്കെ ഡിസൈൻ ചെയ്ത പോലത്തെ തലയൊക്കെ ആയിട്ടുള്ള കുരങ്ങൻ. നമ്മൾ തൊട്ടടുത്തതാ വൈറ്റ് ബെല്ലിയുടെ ഈഗിളിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ക്രീച്ചേഴ്സ് ഓഫ് ദ നൈറ്റ് എന്നുള്ള ഒരു അടിപൊളി ഷോയ്ക്ക് ശേഷം നമ്മൾ ട്രാമിൽ കയറിയിരിക്കുകയാണ് നൈറ്റ് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സിംഗപ്പൂർ സൂ, പിന്നെ റിവർ സഫാരി, നൈറ്റ് സഫാരി, പിന്നെ ബേർഡ്സ് പാരഡൈസും, അങ്ങനെ 4 പാർക്ക് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോവാണ്. എല്ലാം ഒരേ ഏരിയയിലാണ്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെയാണ്. പക്ഷേ കുറച്ച് ടൈമിംഗ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മൾ ബേർഡ് പാരഡൈസ് ബുക്ക് ചെയ്തിരിക്കുന്നത് 2 മണിക്ക്, നൈറ്റ് സഫാരി ബുക്ക് ചെയ്തിരിക്കുന്നത് 8:45, ബാക്കി രണ്ടും ഓപ്പൺ ടൈമിങ്സ് ആണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നു. നമ്മൾ കത്തീബ് എന്നുള്ളൊരു മെട്രോയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് മണ്ടായി റിസർവിലേക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. നമുക്ക് ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഷട്ടിൽ സർവീസ് പോലെയാണ്, നേരെ സൂവിൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇന്നത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഷട്ടിൽ ബസ് ഉള്ളത്. നേരെ കയറി വരുമ്പോൾ ഒരു $2 സ്വൈപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ കയറാൻ. ഇത് മുഴുവൻ ഓൾമോസ്റ്റ് ഫ്രീ ആണെന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരുന്ന് പോവാം. ഇതിൻ്റെ റൂട്ട് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. MRTന്ന് നേരെ ബേർഡ് പാരഡൈസ് ഫസ്റ്റ് സ്റ്റോപ്പ്, അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റോപ്പ് സിംഗപ്പൂർ സൂ. അങ്ങനെ സിംഗപ്പൂർ സൂ എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് റിവർ സഫാരി, നൈറ്റ് സഫാരി ഉള്ളത്. ബേർഡ്സ് പാരഡൈസ് കുറച്ച് അപ്പുറത്താണ്, അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ സിംഗപ്പൂർ സൂവിൻ്റെയും ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് പാർക്ക് ഹോപ്പർ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി പാർക്ക് ടിക്കറ്റ്, ഇതൊക്കെ മാനേജ് ചെയ്യുന്ന മണ്ടേ റിസർവ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അവരുടെ ഒരു ആപ്പിലാണ് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിൽ നൈറ്റ് സഫാരി കാണാം. നമ്മളിപ്പോൾ പോകുന്നത് സിംഗപ്പൂർ സൂവിൻ്റെയും റിവർ വണ്ടേഴ്സിൻ്റെ അങ്ങോട്ടാണ്. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ സൂ എത്തിയിരിക്കുകയാണ്. നേരെ ഇങ്ങനെ പോയിട്ട് എൻട്രൻസ് റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ 10:30 ഷോ ഉണ്ട്. 10:30 ഇവരൊരു ആനിമൽ ഷോ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറക്റ്റ് 10:20 നമ്മൾ മെട്രോ ഒക്കെ കയറി ഏകദേശം എത്താൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ 10 മിനിറ്റിൻ്റെ അടുത്ത് എടുത്തു. നമ്മൾ എൻട്രൻസിന് അങ്ങോട്ട് മൊബൈൽ വൗച്ചറും കൊണ്ട് കയറി ചെല്ലുകയാണ്. നമ്മൾ കയറി വന്ന ഉടനെ വലിയൊരു ആനേൻ്റെ പ്രതിമയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ കുറേ സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഡ്രസ്സൊക്കെ മേടിക്കാൻ പറ്റും ഇവിടുന്ന്. നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. ഫുള്ളൊരു കാട്ടിൻ്റെ നടുക്ക് പ്രോപ്പറായിട്ട് അവർ സൂ എന്ന് മാത്രമല്ല, ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി പോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് പെലിക്കൻസ് പക്ഷീനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ പക്ഷികൾ, നല്ല വലിയ വലിയ പെലിക്കൻസ്, ഹ്യൂജ് സൈസുള്ള പെലിക്കൻസ്. ഇവിടുത്തെ റെസ്റ്റ് റൂംസ് നോക്കുകയാണെങ്കിൽ ഇതും കാട്ടിൻ്റെ അകത്ത് നല്ല ഭംഗിയായിട്ട് ഒരു തോടും കുറേ മരങ്ങളും അതിൻ്റെയൊക്കെ സൈഡിലായിട്ട് അവർ റെസ്റ്റ് റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആനിമൽ പ്രസൻറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ആംഫി തിയേറ്റർ പോലെ. നമ്മൾ റെയിൻ ഫോറസ്റ്റ് ഫൈറ്റ് ബാക്ക്, സ്പ്ലാഷ് സഫാരി ഷോ, അങ്ങനത്തെയൊക്കെ ഓരോ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വേഗം പോവാണ്. ഇവിടെ ഈ ആംഫി തിയേറ്ററിൽ വെച്ചിട്ടാണ് ഷോ ഉള്ളത്. നമ്മൾ ആ ബ്ലൂവിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെറ്റാവും എന്നാണ് അവർ പറയുന്നത്. കുറച്ച് മുകളിലേക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മുമ്പിലിരിക്കുന്ന എല്ലാവരുടെ മേത്തേക്ക് വെള്ളം തെറിപ്പിച്ച് കളിപ്പിക്കുന്ന സീന. ഇതാണ് ഇവിടുത്തെ ട്രാം. നമുക്ക് ട്രാമിൽ കയറിയിട്ട് മൊത്തം 4 സ്റ്റോപ്പുണ്ട്. അവിടെ ഒരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. 4 സ്റ്റോപ്പിൽ നമുക്ക് ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ കാറ്റൊക്കെ കൊണ്ട് ട്രാമിൽ ഇങ്ങനെ പോവുകയാണ് രണ്ടുപേരും കൂടെ, കുറേ ആൾക്കാരും കൂടെ. നമ്മൾ ചിമ്പാൻസീസിനെയൊക്കെ കണ്ടുകൊണ്ട് മുമ്പോട്ട് ഇങ്ങനെ പോവാം. നമുക്ക് ഓരോ സ്ഥലത്ത് ട്രാമിൽ ഇങ്ങനെ പോയിട്ട് ഇറങ്ങി അടുത്ത സ്ഥലത്ത് ഇങ്ങനെ കണ്ട് പോവാം. അല്ലെങ്കിൽ ട്രാമിൽ മാത്രം കണ്ടു പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. പല പല ചോയ്സാണ് നമുക്ക്. ഇവിടെ കുറേ പെൻഗ്വിൻസ് എല്ലാവരും കൂടെ കൂട്ടച്ചർച്ചയ്ക്ക് ശേഷം വെള്ളത്തിലേക്ക് ചാടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. കുറേ പേര് വെള്ളത്തിൽ സുഖമായി ചാടി എൻജോയ് ചെയ്ത് നീന്തി കുളിക്കുന്നുമുണ്ട്.
നമ്മൾ പ്രിമിറ്റീവ് കിങ്ഡം എന്നുള്ളൊരു സെക്ഷനിലേക്ക് പോയിട്ട് പല വെറൈറ്റി ഓഫ് കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റഫ് ലിമ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കുരങ്ങനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ല വെള്ളയും കറുപ്പും കളറിൽ ശരിക്കൊരു പാണ്ടയുടെ ലുക്കുള്ള കുരങ്ങൻ. ഇവിടെ ഈസ്റ്റേൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊലബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് മങ്കീസിനെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല വെള്ളത്താടിയും മുഖവും കറുത്ത തലയും അത് നല്ല ഹെയർ സ്റ്റൈലൊക്കെ ഡിസൈൻ ചെയ്ത പോലത്തെ തലയൊക്കെ ആയിട്ടുള്ള കുരങ്ങൻ. നമ്മൾ കാട്ടിൻ്റെ നടുക്കൂടെ അരുവിയൊക്കെ നടന്ന് കടന്ന് മുമ്പോട്ടിങ്ങനെ പോവുകയാണ്. ഇവിടെ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ടാവുകൊണ്ട് നമ്മൾ കുട പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ചുറ്റും തന്നെയാണ് മൃഗങ്ങളെല്ലാം ഇരിക്കുന്നത്. നമ്മൾ അവരുടെ ടെറിട്ടറിയിൽ വന്നിട്ട് അവരെ കാണുക, അല്ലാണ്ട് സൂവിലുള്ള പോലെ അവരെ കൂട്ടിനകത്ത് ഇട്ടിട്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചയല്ല ഇവിടെ സിംഗപ്പൂർ സൂവിലുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഹമാദ്രീസ് ബബൂൺസിനെ കാണാൻ വേണ്ടിയിട്ട് എത്യോപ്യൻ്റെ സാദൃശ്യമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്യോപ്യൻ വനാന്തരങ്ങളിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഓലമേഞ്ഞ കുടിലുകൾ, പ്രാചീന മനുഷ്യന്മാരെ നമുക്ക് കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബബ്ലൂൺസ് കുരങ്ങന്മാരെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട ബബ്ലൂൺസ് ആയിരുന്നില്ല, ഹെറേംസ് ആൻഡ് ട്രൂപ്പ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് മങ്കീസാണ്. കുറേ പേരിരുന്ന് പെയിൻ നോക്കുന്നുണ്ട്, സൊറ പറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് മങ്കീസിനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. നമ്മളവരെ തൊട്ടടുത്തുനിന്ന് കാണുകയാണെങ്കിൽ ഇങ്ങനെയാണ് പെയിനൊക്കെ നോക്കി, ഇവിടെയും പെയിൻ നോക്കി കിടന്നൊക്കെ കൊടുക്കുന്നുണ്ട് പെയിൻ നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരാൾ ഇരുന്ന് നല്ല മൂപ്പനെ പോലെ ഇരുന്ന് പെയിനൊക്കെ നോക്കി അവിടെ 2 പിള്ളേർ കളിക്കുന്ന കാണാം. നമ്മൾ വീണ്ടും അടുത്തൊരു ഷോ കാണാൻ വേണ്ടി വന്നിരിക്കുക. റെയിൻ ഫോറസ്റ്റ് ഫൈറ്റ്സ് ബാക്ക് എന്നുള്ളൊരു ഷോ. അതിനുള്ള സെറ്റപ്പൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 12 മണിക്കാണ് ഈ ഷോ. ഇവിടുത്തെ ടൈമിങ്സ് എല്ലാം ഇവർ വൃത്തിയായിട്ട് അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് വന്നാൽ മതി. ആംഫി തിയേറ്റർ നിറച്ചു ആൾക്കാരെ ഇങ്ങനെ കാണാൻ പറ്റും. We'll hit the little food for him right there. Soft tamarins. They get the name called soft tamarins because of this white hair on their head, which resembles cotton. In the top right here in Singapore. If you focus on them, they are excellent swimmers. Their tail even helps. Okay, what do we have there? Look at that! Well done, Riz. You got 3 teams. Look at that. Alright guys, what's gonna happen right now is Marshall is getting his favorite food, which is raw meat, okay? They're also known as the royal python because it is believed that in the ancient days, Queen Cleopatra used മഡഗാസ്കറിലെ ലീമർ മങ്കി, I like to move it എന്നുള്ള മങ്കിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മൃഗങ്ങളുടെ ഹാബിറ്റാറ്റിലുള്ളതെന്ന് പറഞ്ഞ പോലെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ജീവിനെ കാണാം. കാട്ടിനകത്തൂടെ ജ്യൂസും കുടിച്ച് നടക്കുന്ന ഞങ്ങൾ 2 പേരും. ശരിക്കും ചുറ്റും കൊട്ടിൻ കാട്, നല്ല ചൂടുണ്ട്, ഒരു പുകച്ചിലുള്ള ചൂട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു നല്ല ക്ലൈമറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് പെയ്ത് ഒന്ന് തണുത്തിട്ട് മടി പിടിച്ച് ഇവിടെ കിടക്കുന്നൊരു ഹിപ്പോപ്പൊട്ടാമസിനെ കാണാം. ഉറങ്ങുകയാണെന്ന് തോന്നുന്നത്. വയ്യടോ, ഒന്നിനും വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന പോലെ ഉണ്ട് അവിടെ. ഇവിടെ ബബൂനിസേനെ കാണാം നമുക്ക്. ബബൂനിസ, ഇതാണ് ബബൂനിസ എന്നുള്ള ഒരു പന്നിക്കുട്ടീൻ്റെ പോലത്തെ കൊമ്പുള്ള പന്നിക്കുട്ടി. നമുക്കിതാ ഇവിടെ ഒറാങ്ങുട്ടാങ്ങന്മാരെ കാണാം. 2 എണ്ണം കൂടെ അവിടെ ഇരുന്നിട്ട് സൊറ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിച്ച് കളിക്കുന്നുണ്ട്. ഒറാങ്ങുട്ടാങ്ങാണ് മനുഷ്യന്മാരുമായിട്ട് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ മുമ്പത്തെ പൂർവികർ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽസൊക്കെ ഇവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മനുഷ്യന്മാർക്ക് 40 ആഴ്ചയാണ് ഒരു കുഞ്ഞാവാൻ സമയമെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒറാങ്ങുട്ടാങ്ങിന് 35 വീക്സാണ്. അതിൻ്റെ ബേർത്തിങ്, ഫീഡിങ്, എപ്പോഴാണ് അത് ഗ്രോയിങ് അപ്പ്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. റെഡ് റഫ്ഡ് ലേമറിനെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വാലും നല്ല കളറുള്ളൊരു ഫറും ഒക്കെ ആയിട്ട്. പെലിക്കൻസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്സ് എന്നാണ് പറയുന്നത്. അത്രയും സൈസും ഉണ്ട്. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ഫ്ലൈയിങ് ബേർഡ്സ്. നമുക്കിവിടെ ഓട്ടേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവരെപ്പോഴും കൂട്ടം കൂടിയാണ് ഇരിക്കുക എന്നാണ് പറയുന്നത്. നല്ല സുഖമായിട്ട് കിടന്നും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിക്കാൻ വന്നിട്ടാണല്ലോ. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ക്യൂസീൻസ് അവൈലബിൾ ഉണ്ട്. പല ക്യൂസീൻസ് അവൈലബിൾ ഉണ്ട്. നമ്മൾ ഒബ്വിയസ്ലി ഇന്ത്യൻ ക്യൂസീനിൽ തന്നെ പോകുന്നത്.
കാരണം കുറേ യാത്ര ചെയ്യാനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ കൗണ്ടർ നമ്പർ 5 തന്തൂരി ചിക്കൻ ബിരിയാണിയാണ് മേടിക്കുന്നത്. നമ്മളങ്ങനെ സിംഗപ്പൂർ സൂന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ ബേർഡ് പാരഡൈസിലേക്ക് പോവുകയാണ്. അവിടെ 2 മണിക്കാണ് നമുക്ക് ബുക്കിംഗ് ഉള്ളത്. ബേർഡ് പാരഡൈസ് ഇവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഏതർ നമുക്ക് നടന്നു പോവാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഷട്ടിലിന് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിന് പോവാം. നമ്മൾ ഏതാ ഓപ്ഷൻ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഷട്ടിൽ കിട്ടി. ബേർഡ് പാരഡൈസിലേക്ക് നമ്മൾ ഷട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബേർഡ് പാരഡൈസിൻ്റെ അകത്തേക്ക് വന്നിട്ട് അവിടെ ഫസ്റ്റ് കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ലൊരു വാട്ടർഫോളാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ തൊട്ട് മുമ്പിലുള്ള ഗുഹയ്ക്കകത്തൂടെ വാട്ടർഫോളിനകത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മുകളിലാണ് ശരിക്കും വാട്ടർഫോളിൽ. ഞാനും സ്വാമോളും ഗുഹയ്ക്കകത്ത് വാട്ടർഫോളും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നമ്മൾ ബേർഡ് പാരഡൈസിൽ ഇറങ്ങി പൈസയൊന്നും അവർ മേടിച്ചിട്ടില്ല. ബസ്സിന് സിംഗപ്പൂർ സൂ ടു ഇങ്ങോട്ട് ഷട്ടിലപ്പോൾ ഫ്രീ ആണ്. നമ്മൾ എസ്കലേറ്ററിൽ കയറി ബേർഡ് പാരഡൈസിനകത്തേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. ഞാനും സ്വാതി എസ്കലേറ്റർ വെച്ചിട്ടുള്ള റേസിലാണ്. ആര് എസ്കലേറ്ററാണ് ആദ്യം എത്തുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കമോൺ. ഇല്ല സ്വാതി കള്ളത്തരം കാണിച്ചു. കമോൺ. ആരാണ് ഫസ്റ്റ് എത്തുന്നത്? നമ്മൾ ഒരുമിച്ച് എത്തിയിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഒഫീഷ്യലി നമ്മളിതാ ബേർഡ് പാരഡൈസ് എത്തിയിരിക്കുന്നു. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബസ്സിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ബസ്സിലോട്ട് കയറണം എന്നുണ്ടെങ്കിലും എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കാനുണ്ട്. നമ്മൾ നടന്ന് ബേർഡ് പാരഡൈസ് എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ഓൺലൈൻ മേടിച്ച ടിക്കറ്റും കാണിച്ച് നേരെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നു. ഇതാണ് ബേർഡ്സ് പാരഡൈസിൻ്റെ ഒരു മാപ്പ്. ഇവിടെയും പ്രെഡേറ്റേഴ്സ് ഓഫ് വിങ്സ്, വിങ്സ് ഓഫ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഷോസ് ഉണ്ട്. 10:30-ക്കും 2:30-ക്കും 12:30-ക്കും 5 മണിക്കും. നമ്മൾ ബേർഡ് പാരഡൈസിൽ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് സ്കൈ ആംഫി തിയേറ്ററിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പ്രെഡേറ്റേഴ്സ് ഓഫ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഇവിടെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2:30-ക്കാണ് ഷോ ഉള്ളത്. നമ്മൾ തൊട്ടടുത്തതാ വൈറ്റ് ബെല്ലിയിൽ ഈഗിളിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. അതെങ്ങനെയാണ് ഇരപിടിക്കുന്നതെന്നും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കാണിച്ചുകൊണ്ട് അതിനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക അവിടെ. Now, as Lena mentioned earlier, these birds sometimes behave like vultures. So, that thing has really acidic stomach acid, and it's as strong as car batteries, which helps them digest carrion pretty well at freights. So, everyone, let's take a moment to show our appreciation to these wonderful birds. Let's give them a big round of applause. ബേർഡ് ഷോ കഴിഞ്ഞ് നമ്മൾ ക്രിംസൺ വെറ്റ്ലാൻഡ്സിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റേ ആ കളറുള്ള ഫ്ലെമിംഗോസിനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ അമേരിക്കൻ ഫ്ലെമിംഗോനെയും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെയും കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓറഞ്ച്, ഒരു ലൈറ്റ് ഓറഞ്ച് കളർ അല്ലേ, ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഓറഞ്ച് കളറും അതിൻ്റെ ബീക്കിൻ്റെ അവിടുത്തെ വെള്ള കളറും. ഇത് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ഹൈറ്റും. കറക്റ്റ്, ഹൈറ്റും. ഇതൊക്കെ ശരിക്കും വല്ലാത്തൊരു കാഴ്ച തന്നെ കേട്ടോ. ഈ ഫ്ലെമിംഗോസും ഇതിനൊക്കെ ഇത്ര അടുത്ത് കാണുക എന്ന് പറയുന്നത്. ഇവിടെ ഒരുത്തൻ നല്ല സുഖമായിട്ട് ഫുഡും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരുത്തൻ ഹലോയും പറഞ്ഞുകൊണ്ട് ഇവിടെ മരത്തിൻ്റെ മുകളിലിരിക്കുന്നുണ്ട്. മറ്റു പക്ഷികളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. അതിൻ്റെ കളേഴ്സ് കാരണം തന്നെ മൊത്തം ആ ഒരു ഏരിയ അങ്ങോട്ട് എൻഹാൻസ് ആവുന്ന പോലെയാണ്. നമ്മൾ ഈ പക്ഷികളുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കുകയെന്നറിയില്ല. അങ്ങനെ രസമായിട്ട് അവരുടെ കളേഴ്സും ഇതൊക്കെ കൊടുത്തിരിക്കുന്ന നേച്ചർ. ഒരുത്തന് ഫുൾ നല്ല കളർഫുള്ളായിട്ടുള്ള ശരീരമാണെങ്കിൽ ഒരുത്തന് നല്ല ഡീപ്പ് ബ്ലൂ. ഇവിടെ ഒരുത്തന് പച്ചയും നല്ലൊരു ലൈറ്റ് ബ്ലൂ കളറും. ഇവരൊക്കെ അവിടെ ഫുഡ് കഷ്ടപ്പെട്ട് അതിനകത്തുനിന്ന് ഒരു നട്ടൊക്കെ എടുത്ത് തല്ലി പൊട്ടിച്ച് കഴിച്ച് ശരിക്കും തല്ലുകൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വലിയൊരു പാർക്കും അതിൻ്റെ ഉള്ളിൽ ഫുൾ വാട്ടർഫോൾസും കുറേ പക്ഷികളും. ഈ മുകളിൽ കാണുന്ന ഫുൾ നെറ്റാണ്. പക്ഷികൾ പറന്ന് പുറത്തേക്ക് പോകാണ്ടിരിക്കാനുള്ള ടൈപ്പ് ഓഫ് നെറ്റും ഇതെല്ലാമായിട്ട് ഭയങ്കരമായിട്ടൊരു രസമുള്ളൊരു വേൾഡ് തന്നെ ഇത് ശരിക്കും. നമ്മൾ പെൻഗ്വിൻസിനെ കാണാൻ വേണ്ടി പെൻഗ്വിൻ കോവിലേക്ക് കയറി പോവാണ്. വലിയൊരു അക്വേറിയം പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്ത് പെൻഗ്വിൻസ് ഇങ്ങനെ നീന്തുന്ന കാണാം. നമ്മൾ മറ്റെവിടെ കണ്ട ചെറിയ പെൻഗ്വിൻസിനെയായിരുന്നു സിംഗപ്പൂർ സൂവിൽ. ഇവിടെ കുറച്ചും കൂടെ വലിയ പെൻഗ്വിൻസിനെയാണ് കാണാൻ പറ്റുന്നത്. നമുക്ക് നോക്കട്ടെ. ഇപ്പോൾ ഒരെണ്ണം നീന്തി അങ്ങോട്ട് പോയി. മോളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് മുകളിൽ പോയിട്ട് അതിനൊന്ന് കണ്ടു നോക്കാം. ഇതാ നീന്തി വരുന്നുണ്ട് അടുത്ത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തൂടെ വന്നിട്ട് ഒന്ന് ഷോ കാണിച്ചിട്ട് പോയി. മുകളിലേക്ക് ഇങ്ങനെ കയറ്റം കയറി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതാ നമുക്ക് മുകളിൽ കാണാൻ കഴിയുന്നത് ഒരു കൂട്ടം പെൻഗ്വിൻസ് എല്ലാം കൂടെ ഫുൾ ടീമപ്പായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പോയിട്ട് കണ്ടു നോക്കാം. ഇതാ ഇവന്മാർ രണ്ടുപേരും ഫോട്ടോഷൂട്ടിന് റെഡിയായി നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ടാഗൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പെൻഗ്വിൻസ് വെള്ളത്തിൽ നിന്ന് ചാടിക്കയറി വരുന്ന കാഴ്ചയത്. അതുങ്ങൾ നിങ്ങളുടെ ഹാബിറ്റാറ്റിലേക്ക് വരുന്നൊരു രീതി ഇങ്ങനെയാണ്. തിരിച്ച് വെള്ളത്തിലേക്ക് ചാടുന്നത് ഇങ്ങനെ. ഒരുത്തം മാത്രം ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. അവനെങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടുത്തെ. അത് നീന്തി തുടിക്കുന്നതും കണ്ടുകൊണ്ട് ഭയങ്കര രസമാട്ടോ ഇവരെ കണ്ടുകൊണ്ടിരിക്കാൻ. കുറേ നേരം നമ്മൾ കുറച്ച് ഇങ്ങനെ ഇവിടെ ഇരുന്നു പോയി. നമ്മൾ പെൻഗ്വിനെയൊക്കെ കണ്ട് മതിമറന്ന് അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്ക് റിവർ സഫാരിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇതാ പെരും മഴയാണ് ചുറ്റും. നല്ല അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. ഇവിടുന്ന് എങ്ങനെ പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. നമ്മൾ ഇവിടെ കുറച്ചൊരു ഏരിയ ഇങ്ങനെ കവേർഡ് ഏരിയ ഉണ്ട്. ആ കവേർഡ് ഏരിയയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് എക്സിറ്റ് വരെ പോകാൻ പറ്റുള്ളൂ. അവിടുന്ന് എങ്ങനെ പോകേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. നിങ്ങൾ കേൾക്കുന്നതാണ് ഇടിവെട്ട്. നമ്മൾ ഓൾമോസ്റ്റ് പെട്ടിരിക്കുകയാണ് ഗായ്സ്. ബസ് കയറിയിട്ട് വേണം ഇനി റിവർ വണ്ടേഴ്സിന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് കിട്ടും, നമ്മൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അവിടുത്തെ ഷോസൊക്കെ കണ്ടിന്യൂ ആവുന്നുണ്ടാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ അങ്ങോട്ട് പോവാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ മെയിൻ ആൾ നിൽക്കുന്നത് റിവർ വണ്ടേഴ്സിൽ. അവിടെ പോകാനുള്ളൊരു ഒറ്റ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പാണ്ട. നമ്മൾ പാണ്ടേനെ കാണാൻ ഭയങ്കര ആഗ്രഹിച്ച് വന്നതാണ്. അപ്പം പാണ്ട ഉള്ളത് റിവർ വണ്ടേഴ്സിലാണ്. അപ്പോൾ പാണ്ടനെ കാണണ്ടേ, അതുകൊണ്ടാണ് ഈ മഴയൊക്കെ തരണം ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മൾ ഷട്ടിലിൽ കയറിയിട്ടുണ്ട് റിവർ വണ്ടേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ബസ്സിൽ ഇപ്പോൾ ഡ്രൈവർ പോയിട്ട് വേറെ ഒരു സെറ്റ് ഓഫ് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഞാനും സ്വയം, പിന്നെ അങ്ങ് ബാക്കിൽ കുറച്ച് ആൾക്കാർ. അങ്ങനെ നമ്മൾ റിവർ വണ്ടേഴ്സിലെത്തി. മഴേനെയൊക്കെ തരണം ചെയ്ത് ബസ്സിൽ കയറി നമ്മൾ റിവർ വണ്ടേഴ്സിലെത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പാണ്ടേനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പാണ്ട അവിടെ ഉണ്ടായാൽ മതി, പാണ്ട ഇല്ലെങ്കിൽ എനിക്ക് ഇടിയാണെന്നാണ് സ്വാതിയുടെ ഒരു സംസാരം. നമ്മൾ റിവർ വണ്ടേഴ്സിനകത്തേക്ക് കയറുകയാണ്. നമ്മളെല്ലാം സ്കാൻ ചെയ്ത് നേരെ മുമ്പോട്ട് കയറി പോവുക എന്നുള്ളതാണ്. ഇവിടെ ശരിക്കൊരു ബോട്ട് റൈഡ് അവൈലബിൾ ഉണ്ട്. ബോട്ട് റൈഡ് നമുക്ക് ഇപ്പം മഴ കാരണം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വെപ്പ്. 6 മണിക്കുള്ളിൽ നമുക്ക് ബോട്ട് റൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ് നമുക്ക് $5 ഈച്ച് നമുക്ക് എന്തെങ്കിലും ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് സാധനം മേടിക്കാം. സോ ദാറ്റ് നമ്മുടെ പൈസ വെറുതെ വേസ്റ്റായി പോവില്ല. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ റിവർ വണ്ടേഴ്സിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറേ ഇങ്ങനെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മീനുകളെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ടൈപ്പ് മീനുകളാണ് ഉള്ളതെന്നൊക്കെ ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിതാ വലിയ മീൻ, ഇത് കണ്ടു കഴിഞ്ഞൊരു പാറക്കഷ്ണം കിടക്കുന്ന പോലെ ഉള്ളത്, പക്ഷേ ഒരു മീനൊക്കെയാണിതാ ഇവിടെ അത് നീങ്ങുന്ന അതേ മീൻ നീങ്ങുന്നത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. കുറേ വലിയ വലിയ മീനുകളെയൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ്. നമുക്കിവിടെ വൺസ് അപ്പോൺ എ റിവർ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു 4:30. അത് ആക്ച്വലി മഴ കാരണം മിസ്സായിട്ടുണ്ട്. നമുക്ക് അത് കാണാൻ പറ്റില്ല ഇനി, കാരണം നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 5 മണീൻ്റെ അടുത്തായി. നടക്കുന്ന വഴി മുഴുവൻ ഇങ്ങനത്തെ അക്വേറിയംസാണ്. അത് ഓരോ കളേഴ്സാണ്. അതിൻ്റെ ഓരോ കളേഴ്സും ഭയങ്കര രസമാണ്. ഇവനെ കണ്ടു നോക്കിയേ, ഒരു ബ്ലൂവും ബ്ലാക്കും യെല്ലോ കളറ്. ഇവൻ്റെ ഒരു ഭയങ്കര ഒരു റെഡ് ഫിൻസ് ആയിട്ടുള്ളവൻ. നമ്മളിങ്ങനെ വന്നപ്പോൾ വലിയ മീനുകളൊക്കെ ആട്ടോ, ക്യാറ്റ് ഫിഷും അങ്ങനത്തെ കുറേ ഫിഷുകളും. ഞാൻ ഈ ഫിഷിനെ കുറിച്ച് എനിക്ക് വലിയ അറിവുകളില്ല. ഞാൻ എന്തെങ്കിലും പേരുകളൊക്കെ തെറ്റി പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ കറക്റ്റ് പേരും കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വലിയ വലിയ ഫിഷുകളാ. ഇവനെയൊക്കെ നോക്കിയാൽ എൻ്റെ അമ്മോ. അവിടെ ഒരു ലിസേർഡ് പോലത്തെ സാധനത്തിനെ കാണാം. അതിൻ്റെ താഴെ കുറേ ആമകളെ ഇങ്ങനെ കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ എവിടേക്കാണ് പോകാൻ പോകുന്നത്? പാണ്ട ഫോറസ്റ്റ്, പവിലിയൻ ക്യാപിറ്റൽ ജയൻറ്റ് പാണ്ട ഫോറസ്റ്റിലേക്ക് പോകാൻ പോവാണ്. പാണ്ടനെ കാണാനുള്ള തുള്ളിച്ചാട്ടിയുള്ള പോക്കാണ് ഈ പോകുന്നത്. ഇത് ജയൻറ്റ് പാണ്ടേൻ്റെ ചെറിയ സാധനം, റെഡ് കളറിലുള്ളത്. അവൻ്റെ പോക്കൊക്കെ നോക്കി, നല്ല ക്യൂട്ടായിട്ട് ധൃതി പിടിച്ചിട്ട് അവൻ എങ്ങോട്ടോ പോകുന്നുണ്ട്. നമ്മളങ്ങനെ ഫൈനലി പാണ്ടേനെ കണ്ടിരിക്കുകയാണ്. പാണ്ട അവിടെ കിടക്കുന്നുണ്ട്. നല്ല ഉറക്കമാണ് ആശൻ, നല്ല ഉറക്കമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എഴുന്നേക്കെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പാണ്ട എഴുന്നേക്കുണ്ടോ നോക്കട്ടെ. പക്ഷേ കുറേ നാൾക്ക് ശേഷമുള്ള ആഗ്രഹമല്ലേ, പാണ്ടനെ കണ്ടില്ലേ? ഇതാ
ശരിക്കൊരു പാവയൊക്കെ കിടക്കുന്ന പോലെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കറക്റ്റ് സ്റ്റഫ് ടോയ് പോലെ തന്നെ കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ പാണ്ട പുറത്ത് വന്ന് വീണ്ടും അത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതാ 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 അങ്ങനെ ആറ്റ് നോറ്റ് നമ്മൾ പാണ്ട നീങ്ങുന്നത് കണ്ട് അവനെങ്ങനെ അതിന് ഉള്ളിലേക്ക് കയറി പോകുന്നു, പുറത്തേക്ക് വരുന്നു, ഉള്ളിലേക്ക് കയറി പോകുന്നു, പുറത്തേക്ക് വരുന്നു, തന്നെ പരിപാടി. നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ പാണ്ടേനെ കണ്ട് പാണ്ടേൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാ ഇതാ ഇത് അവളാണ്, അവൾ പാണ്ടയാണ്, ലീലി എന്നാണ് പേര്. പുള്ളിക്കാരി ഇതാ ഇങ്ങനെ കുറേ നടന്ന് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് പാണ്ടേൻ്റെ കളി ഇങ്ങനെ നോക്കി നിന്ന് അവസാനം അവിടുന്ന് പുറത്തിറങ്ങി. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മാസ്മരികമായിട്ടുള്ളൊരു വ്യൂ ആട്ടോ. അങ്ങ് അകലെ ഇതാ മലേൻ്റെ അവിടെയൊക്കെ ഫുൾ ഫോഗൊക്കെ നിറഞ്ഞ് സൈഡിൽ വലിയൊരു റിവർ, അതിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ പാലത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവിടെ ഇരിക്കാനുള്ളൊരു സ്ഥലവും ഇരുന്നുകൊണ്ട് ആൾക്കാർക്ക് കുറേ വലിയ അക്വേറിയം നിറച്ചും വലിയ വലിയ മീനുകളെയും സീലും ഡോൾഫിനും വലിയ വലിയ മീനുകളും എല്ലാം നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും കുറേ നേരം. ഇവിടെ ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു ഷോ പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, കുറച്ച് ലൈറ്റ് എഫക്ട്സും ഇതൊക്കെ വെച്ചിട്ട്. മുകളിൽ അക്വേറിയത്തിൽ ഒറിജിനൽ ഫിഷ്, താഴെ കുറേ ഗ്രാഫിക്സിൽ നല്ല രസമായിട്ടുള്ള കുറേ സീനറികൾ, നമ്മളിങ്ങനെ അതിലൂടെ നീന്തി പോകുന്ന പോലത്തെ ഒരു ഫീലാണ് മൊത്തത്തിൽ. ഇലക്ട്രിക് എയിൽ നിന്നുള്ള ഫിഷ് ഇതായിരിക്കുന്നു. ഇതിനെ തൊട്ടാൽ ഷോക്ക് അടിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വാട്ടർ ഫ്രോഗുകളെ കാണാം, ഇതാ ഒരുത്തൻ നോക്കുന്നുണ്ട്. അങ്ങനെ സിംഗപ്പൂർ സൂ, റിവർ വണ്ടേഴ്സ്, ബേർഡ് പാരഡൈസ് മൂന്നും കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി നൈറ്റ് സഫാരിക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഏകദേശം ഒരേ ഏരിയയിൽ, ബേർഡ് പാരഡൈസ് മാത്രമാണ് കുറച്ചൊരു ദൂരം ഉള്ളത്, ബാക്കി മൂന്നും ഒരേ ഏരിയയിൽ. അപ്പോൾ നൈറ്റ് സഫാരിക്ക് നമ്മൾ വന്നിട്ട് ഇവിടെ ക്യൂവിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇതാ കുറേ ആൾക്കാരിങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. നൈറ്റ് സഫാരി എന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് നൈറ്റ് സഫാരിയിൽ 2-3 ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് ഇവിടുന്ന് നെക്സ്റ്റ് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ്, നമ്മുടെ 8:15 ബുക്കിംഗ്, 7:40 നമ്മളിപ്പോൾ നേരത്തെ കയറാൻ പറ്റുമെങ്കിൽ കയറിയിട്ട് ഷോസൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോകാമെന്നുള്ള രീതിയിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറി. ഇതാണ് നൈറ്റ് സഫാരീൻ്റെ ലോകം. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ കാണാം. നൈറ്റ് സഫാരിക്ക് പോകുന്ന ഞങ്ങൾ രണ്ടുപേരും ട്രാം സ്റ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് സഫാരിക്ക് വന്നിട്ട് ഇവിടെ ക്രീച്ചേഴ്സ് ഓഫ് ദ നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്. നമ്മൾ ആ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് മനസ്സിലായൊരു കാര്യം, അത് 8:30, 9:30, 10:15 അങ്ങനെ 3 ഷോസ് ഉണ്ട്. പക്ഷെ നമ്മൾ 8:30 നേരെ കയറി ചെന്നപ്പോൾ അവർ പറഞ്ഞു അതിന് സെപ്പറേറ്റ് സീറ്റ് ബുക്ക് ചെയ്യണം. ഫ്രീ ആണ് സീറ്റ് ബുക്ക് ചെയ്യാൻ, പക്ഷേ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സീറ്റ് ബുക്ക് ചെയ്യണം. അത് ആപ്പിൽ തന്നെ ബുക്ക് ചെയ്യാനും പറ്റും. നമ്മൾ ഇപ്പം അത് ബുക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 8:30 നമുക്ക് കയറാൻ പറ്റിയില്ല, 9:30 ബുക്ക് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആപ്പിൽ നേരത്തെ കൂട്ടി സീറ്റ് ബുക്ക് ചെയ്യാം. നമ്മളങ്ങനെ ആംഫി തിയേറ്ററിനകത്ത് സീറ്റ് പിടിച്ചിട്ടുണ്ട്. ഇത് 9:30 ഷോയ്ക്ക് നമ്മൾ 9 മണിക്ക് കയറിയിട്ടാണ് കേട്ടോ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് സീറ്റ് കിട്ടിയത്. നമ്മൾ കറക്റ്റ് 9:30 വന്നിരുന്നെങ്കിൽ മൂലയ്ക്ക് പോയി ഇരിക്കേണ്ടി വന്നേനെ. ഇത് പറ്റ്ലസ് നമ്മൾ സ്റ്റേജിൻ്റെ കുറച്ച് അടുത്തായിട്ട്, പക്ഷേ സൈഡിലാണ്, പക്ഷെ അടുത്തായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട്. Up to 1 meter in length, and bitterns use their tail to hang. Now, raccoon dogs can be found all over the world, including Siberia. Wow, great job. Oh, hello, Kitty, you just sent out your flash. Thank you very much. Sir, he's a fully grown adult. Yes. Indra, Indian, Preston, Porcupine. Hello, Indra. Take a look at what happens when it comes across tight spaces like this dog. Well, look at that. Easy peasy for Toffee. ക്രീച്ചേഴ്സ് ഓഫ് ദ നൈറ്റ് എന്നുള്ള ഒരു അടിപൊളി ഷോയ്ക്ക് ശേഷം നമ്മൾ ട്രാമിൽ കയറിയിരിക്കുകയാണ് നൈറ്റ് സഫാരി ചെയ്യാൻ വേണ്ടിയിട്ട്.
അതായത് ട്രാമിൽ ഇവർ മൊത്തം കൊണ്ടുപോകും. നമുക്ക് ചുറ്റുമുള്ള വൈൽഡ് നൈറ്റ് ലൈഫ് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:15, 8:15, 7:45, 8:45, 9:15 അങ്ങനെയാണ് ഇവരുടെ സ്ലോട്ട് വരുന്നത്, ആൾക്കാരെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9:15 അല്ലെങ്കിൽ 8:45 വന്നിട്ട് 9:30 ഷോ കയറി കഴിഞ്ഞാൽ മൊത്തം ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഫ്രീ ആവും. നേരത്തെ ട്രാമിൽ കയറാൻ ഹ്യൂജ് ക്യൂ ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നേരെ ഫസ്റ്റ് സീറ്റിൽ ഫ്രീ ആയിട്ട് സുഖമായിട്ട് കയറിയിരിക്കുകയാണ്. ഫ്ലമിംഗോസിനാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. When alarmed, they produce a loud barking. In sense of hearing, allow them to zero in on an ongoing kill do not form very much problems. A pride of Asian ignorance typically comprises country good. The few that remain in one will are found in all levels. We will pass a clear right where you might reach the point of quality. അങ്ങനെ ഞങ്ങൾ 4 പാർക്കിൽ നിന്ന് കവർ ചെയ്തു. സിംഗപ്പൂർ സൂ, റിവർ വണ്ടേഴ്സ്, ബേർഡ് പാരഡൈസ്, പിന്നെ നൈറ്റ് സഫാരി. 4ലും നമുക്ക് കുറേ സ്ഥലങ്ങളിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എല്ലാത്തിൻ്റെയും ബെസ്റ്റ് മൊമെൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നമുക്ക് പെൻഗ്വിൻസിനെ കാണാൻ പറ്റി, പാണ്ടേനെ കാണാൻ പറ്റി, നൈറ്റ് സഫാരിയിലെ ഒരു ഷോ കാണാൻ പറ്റി, സിംഗപ്പൂർ സൂവിൽ ഷോ കാണാൻ പറ്റി. അങ്ങനെ കുറേ എക്സ്പീരിയൻസ് ഇന്നുണ്ടായിരുന്നു. നിങ്ങൾക്കും ആ എക്സ്പീരിയൻസ് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.